നമുക്ക് കണ്ടിന്യൂറ്റിയിലെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ കണ്ടിന്യൂറ്റി ഓഫ് കോഴ്സ് നമുക്കറിയാം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ മനസ്സിലായി എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആവും ഈ പ്രോബ്ലത്തിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടാവാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആവും ഉപയോഗിക്കണമെന്നുണ്ടാവുക. അപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മള് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ, ആൻഡ് ദിസ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് ആണ്. അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഫംഗ്ഷന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ്. അതെങ്ങനെ ഉണ്ടാവുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട കേസാണ്. അപ്പൊ ഇതില് കോമൺ ആയിട്ട് എപ്പോഴും കണ്ടിന്യൂറ്റിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഗ്രാഫ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താ പ്രത്യേകത? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് വരച്ച എല്ലാവരും ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് വരച്ച് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ച എല്ലാവരും. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ 0 മുതൽ ഇവിടെ വരെ ഇങ്ങനെ, പിന്നെ എന്തായി? ഇങ്ങനെയായി, പിന്നെ ഇതാ ഇങ്ങനെയായി. വൺ ടു ത്രീ, ഇവിടെ 1, ഇവിടെ 2, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എല്ലാ ഇന്റിജർ പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. എല്ലാ ഇന്റിജർ പോയിന്റിലും എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ് ഈ ഫംഗ്ഷൻ. എല്ലാ ഇന്റിജർ പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫോർ എക്സാമ്പിൾ ഞാൻ 2 എടുത്തു. 2ന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്താ? 2ലെ ലെഫ്റ്റ് ലിമിറ്റ് എന്താ? ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്താ? 1 ആണ്. 2ലെ റൈറ്റ് ലിമിറ്റ് എന്താ? 2 ആണ്. ഓക്കെ, 2ല് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2ല് ഫംഗ്ഷന്റെ വാല്യൂ 2 ആണ്. റൈറ്റ് ലിമിറ്റ് 2 ആണ്. ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു ഫംഗ്ഷൻ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് 2 എന്ന് പറഞ്ഞ പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം അല്ല, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് അല്ല. പക്ഷെ റൈറ്റ് ലിമിറ്റും വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്താണ്? സെയിം ആണ്. അങ്ങനത്തെ ഫംഗ്ഷനുകൾ ആ പോയിന്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ പറയാ? റൈറ്റ് കണ്ടിന്യൂറ്റി. എന്താ പറയാ? റൈറ്റ് കണ്ടിന്യൂസ് ആണ്. എന്താ പറയാ നമ്മള്? the function is right continuous at x is equal to 2. in fact at all integers, എല്ലാ ഇന്റിജേഴ്സിലും ഈ ഫംഗ്ഷൻ എന്താണ്? റൈറ്റ് കണ്ടിന്യൂസ് ആണ്. എന്താ കാരണം റൈറ്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ കാരണം എന്താ? വാല്യൂ ഓഫ് ഫംഗ്ഷനും റൈറ്റ് ലിമിറ്റും ആ പോയിന്റ് എന്താണ്? സെയിം ആണ്. ഇനി നമുക്കിത് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. ഇത് ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതൊരു ഇന്റിജർ n എടുത്താലും, സേ ടേക്ക് എനി ഇന്റിജർ n. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു n മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോകും. എഫ് ഓഫ് എക്സ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോ. സോ ദിസ് ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു n മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സിന് വരെ എന്ത് കൊടുക്കണം? എക്സിന് വരെ എന്ത് കൊടുക്കണം? എന്താ കൊടുക്കണ്ടേ? എക്സിന് പകരം എന്താ കൊടുക്കണ്ടേ? n minus h. So this becomes limit h tends to 0 greatest integer of n minus h. ഇനി ഒന്ന് ആലോചിക്കുക. n മൈനസ് h എന്ന് പറഞ്ഞ സാധനം n-ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറാണ്. n-ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എടുക്കുമ്പോൾ എന്താ വരാൻ പോണേ? n മൈനസ് 1. യെസ്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് n മൈനസ് 1 ആണ്. ഏതൊരു ഇന്റിജർ n എടുത്താലും ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? n മൈനസ് 1 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം നമുക്ക്. ലിമിറ്റ് x tends to n plus f of x. This will be limit x tends to n plus greatest integer of x. എന്തായിരിക്കും ഇത്? ലിമിറ്റ് h tends to 0. എന്തായിരിക്കും? greatest integer of n plus h. ഇനി n plus h എന്ന് പറയുന്നത് n-ന്റെ റൈറ്റ് സൈഡിലുള്ള നമ്പർ. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്തായിരിക്കും വരാൻ പോണത്? n ആയിരിക്കും. യെസ്. വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of n എന്തായിരിക്കും വരാൻ പോണത്? n ആയിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ n എന്ന് പറഞ്ഞ പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് n മൈനസ് 1, റൈറ്റ് ലിമിറ്റ് n ആണ്. വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്താണ്? n ആണ്. ഇത് എപ്പോഴും ഓർത്ത് വെക്കണം. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്ത് കണ്ടിന്യൂറ്റി ആണ് ഇവിടെ ഉള്ളത്? റൈറ്റ് കണ്ടിന്യൂറ്റി ആണ് ഉള്ളത്.
റൈറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതേപോലെ ലെഫ്റ്റ് കണ്ടിന്യൂറ്റി നമുക്ക് പറയാം. എപ്പോ ലെഫ്റ്റ് ലിമിറ്റും വാല്യൂ ദ ഫംഗ്ഷനും സെയിം ആണെങ്കിൽ വി സേ ദ ഫംഗ്ഷൻ ഇസ് ലെഫ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ വി സേ a function is right continuous at x is equal to a. എന്താ കണ്ടീഷൻ എന്തായിരിക്കാം? ലിമിറ്റ് x tends to a plus f of x തന്നെയായിരിക്കണം എന്ത്? f of a. ലെഫ്റ്റ് കണ്ടിന്യൂസ് at x is equal to a. എന്തായിരിക്കും കണ്ടീഷൻ? ലിമിറ്റ് x tends to a minus f of x തന്നെയായിരിക്കണം എന്ത്? f of a. കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തേ. റൈറ്റ് കണ്ടിന്യൂറ്റി, ലെഫ്റ്റ് കണ്ടിന്യൂറ്റി. അതേപോലെ കണ്ടിന്യൂറ്റിക്ക് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഇത് രണ്ടും ഈക്വൽ ആയാലാണ് എന്ത് ചെയ്യുക? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണം. പോരാത്തതിന് ദിസ് ഇസ് ഈക്വൽ ടു എന്താവണം? എഫ് ഓഫ് എയും കൂടി ആവണം. എന്നാലാണ് അത് കണ്ടിന്യൂസ് ആവുക. എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് എന്ത് കണ്ടിന്യൂറ്റി ഉണ്ട്? ഇതിന് റൈറ്റ് കണ്ടിന്യൂറ്റി ഉണ്ട്. n എന്ന് പറഞ്ഞ ഇന്റിജറിൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് -1ഉം റൈറ്റ് ലിമിറ്റ് n-ഉം വാല്യൂ ദ ഫംഗ്ഷൻ എന്താണ്? n-ഉം ആണ്. ഇത് ഓർമ്മയിൽ ഉണ്ടാവട്ടെ എപ്പോഴും. കാരണം IIT ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിന്റെ ഫേവറേറ്റ് സാധനമാണ് എന്ത്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. വെൻ ഇറ്റ് കംസ് ടു കണ്ടിന്യൂറ്റി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വളരെ ഫേവറേറ്റ് ആയ സാധനമാണ്. ക്വസ്റ്റ്യൻ: n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു ഇന്റിജർ ആണ്. ഓക്കെ, ഒരു നോൺ നെഗറ്റീവ് ഇന്റിജർ ആണ് n. Find the points of discontinuity of the function f of x is equal to greatest integer of x squared minus greatest integer of x ന്റെ സ്ക്വയർ മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x സ്ക്വയർഡ്. ഒരു കാര്യം, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഇന്റിജർ പോയിന്റ് മാത്രം ചെക്ക് ചെയ്യാനാണ് കേട്ടോ. ഇന്റിജർ പോയിന്റുകളിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ ഏതെങ്കിലും പോയിന്റ് ഇത് കണ്ടിന്യൂസ് ആണോ അതോ എല്ലാ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണോ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്ന് വേഗം ചിന്തിച്ചൊന്ന് വേഗം ആൻസർ പോലെ അധികം സമയം എടുക്കരുത്. നോക്ക്, ഞാൻ ഇതിനിപ്പോ ഗ്രാഫ് കാണിച്ചു തന്നു. അപ്പൊ ഗ്രാഫിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്റിജർ പോയിന്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞുള്ളത്. ഇന്റിജർ അല്ലാത്ത പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടാവും. എന്താ കാരണം? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x സ്ക്വയർ ഉള്ളതുകൊണ്ട് √2 √3 അതൊക്കെ ചെക്ക് ചെയ്യണം. അത് പക്ഷേ സെപ്പറേറ്റ് നോക്കേണ്ടതാണ്. ഇന്റിജർ പോയിന്റ് നമുക്ക് എന്താണ്? ജനറൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇന്റിജർ n എടുത്തിട്ട് ജനറൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് എവിടെയാണ് കണ്ടിന്യൂസ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഒരു ഇന്റിജർ n എടുക്കാൻ പോവാണ്. അതിൽ ലെഫ്റ്റ് ലിമിറ്റ് എഴുതാൻ പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വിൽ ബി ലിമിറ്റ് h tends to 0 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് n minus h the whole square minus greatest integer of n minus h the. ഓക്കെ, ഇനി n മൈനസ് എച്ചിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്താ? n മൈനസ് 1 ആണ്. n മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. മൈനസ് ഇനി എന്നിൽ നിന്ന് ചെറിയ പൊട്ടിക്കൊരു സാധനം കുറച്ചിട്ട് സ്ക്വയർ ചെയ്തു എന്നിട്ട് അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. ഇപ്പൊ ഉദാഹരണത്തിന് 2 നിന്ന് ലേശം കുറച്ചു 1.99 പോലെ വിചാരിച്ചോ. സ്ക്വയർ ചെയ്തു. ഇപ്പൊ 4 തൊട്ട് താഴെയുള്ള നമ്പറാ. അപ്പൊ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്താ വരാൻ പോണേ? 2 സ്ക്വയർ ആണോ വരാ? അല്ല, അതിൽ നിന്ന് 1 കുറഞ്ഞത് n സ്ക്വയർ മൈനസ് 1. കുഴപ്പമുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ n സ്ക്വയർ ക്യാൻസൽ ആയി പോയി. -2n + 1 + 1 അഥവാ 2 - 2n. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വന്നത്. എത്ര കിട്ടി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? എന്താ കിട്ടാന്? ശരി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയായിരിക്കും? ലിമിറ്റ് h tends to 0 greatest integer of n plus h the whole square minus greatest integer of n plus h square. അപ്പൊ this becomes what? n squared minus ഇതെന്താ വരാൻ പോണത്? n squared. എന്താ കിട്ടാൻ പോണത്? 0. ഇനി വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of n എന്താ വരാൻ പോണത്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് n സ്ക്വയർഡ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് n സ്ക്വയർഡ്. ആൻസർ എന്താ കിട്ടാൻ പോണത്? 0. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും വാല്യൂ ഓഫ് ഫംഗ്ഷനും 0 ആണ്. അത് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആവുന്നത് എവിടെയാണ്? 2 - 2n 0 ആവുന്ന കേസില് n = 1 n = 1 ഈ സംഭവം എന്താവുന്നത്? കണ്ടിന്യൂസ് ആവുന്നത്. ബാക്കിയുള്ള എല്ലാ ഇന്റിജേഴ്സിലും എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടോ?